ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബേസ് ഉണ്ടാക്കി ഇപ്പോൾ അവിടുത്തെ സമാധാനം കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ട്രംപ് അണ്ണൻ. അങ്ങനെ ഇസ്രായേൽ മാത്രം സമാധാനപരമായി നിൽക്കേണ്ട, അവിടുത്തെ സമാധാനം കൂടി കളയാൻ വേണ്ടി നമ്മൾ ട്രംപ് അണ്ണൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, നമുക്കത് പരിശോധിക്കാം. അതിനു മുൻപായി ഇന്ന് രാവിലെ US ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാൻ തിരിച്ച് US ബേസിസിലേക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. പക്ഷെ ആ സമയത്ത് ഇറാൻ US ബേസിലേക്കായിട്ടുള്ള കുവൈത്തിലും ബഹ്റൈനിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് കുവൈത്തി മിലിറ്ററി പറഞ്ഞിട്ടുള്ളത് 2 ബാലിസ്റ്റിക് മിസൈൽസ് ആണ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് അടിച്ചിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആംഡ് ഫോഴ്സ് പറഞ്ഞിട്ടുള്ളത് ഈ ഇൻസിഡൻസിൽ നോ മെറ്റീരിയൽ ഡാമേജ് ആൻഡ് കാഷ്വാലിറ്റീസ്, അതായത് ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡാമേജസ് ഒന്നും ഇല്ല എന്നാണ് കുവൈത്തി മിലിറ്ററി പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ബഹ്റൈനിലേക്ക് നോക്കാം. ബഹ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ബഹ്റൈനിലെ ഇന്റീരിയർ മിനിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡാമേജ് ആയിട്ടുണ്ട്. അതായത് ഇറാൻ അറ്റാക്ക് മൂലം റെസിഡൻഷ്യൽ ബിൽഡിംഗ് അറ്റാക്ക് ഡാമേജ് ആയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസ് ആണ് അവർ ഫോട്ടോസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ഫോട്ടോസ്. അതിനുശേഷം US ഒഫീഷ്യൽ പുറത്തുവിട്ടുള്ള മറ്റൊരു കാര്യമാണ് 2 ഡ്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, US-ന്റെ നാവൽ ബേസ് ഇൻ ബഹ്റൈൻ, ബഹ്റൈനിലുള്ള നാവൽ ബേസിന് നേരെ എന്ത് 2 ഡ്രോൺസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് അടിച്ചിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇന്റർസെപ്റ്റ് ചെയ്തു, അത് അടിച്ചിട്ടുണ്ട്. ബൈ ഗ്രൗണ്ട് ബേസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഇത് അടിച്ചിട്ടുള്ളത്. മറ്റൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിമോട്ട് ഏരിയയിൽ പോയിട്ട്, എയർപോർട്ടിന്റെ ഒരു റിമോട്ട് ഏരിയയിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് US ഒഫീഷ്യൽ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്ട്രി അക്യൂസ് ചെയ്തിട്ടുണ്ട് ഇറാനെ. അതായത് ഇവിടെയുള്ള എല്ലാ പ്രശ്നത്തിനും, അതായത് ലബനനിലുള്ള പ്രശ്നത്തിനും അതുപോലെ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലുള്ള പ്രശ്നത്തിനും എല്ലാ പ്രശ്നത്തിനും കാരണക്കാർ ഇറാനാണ് എന്നാണ് ഫോറിൻ മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എപ്പോഴാണ്? ആ യുദ്ധം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അത് ആരായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ തന്നെയാണ്, ഇസ്രായേലും US-ഉം കൂടി, അല്ലെ? ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ എത്തിയപ്പോൾ ഇപ്പോൾ കുറ്റക്കാരാണ് ഇറാനാണ് എന്നാണ് പറഞ്ഞത്. അന്നും ഇറാൻ തന്നെയാണ് കുറ്റക്കാരൻ. അതായത് ഇറാനെ അങ്ങോട്ടേക്ക് പോയി അടിച്ചിട്ടും അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇസ്രായേൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, US എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇറാനാണ് ഇതിനൊക്കെ കാരണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ വാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ടെൻഷൻ അവസാനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. കാരണം ഇറാൻ അവരുടെ പ്രതിഷേധം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അതായത് ഒമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒമാൻസ് ഡിസിഷൻ ടു ഓപ്പൺ ദി ഷിപ്പിംഗ് കോറിഡോർ, അതായത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലൂടെ മറ്റൊരു റൂട്ട്, അതായത് ഒമാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഷിപ്പിംഗ് കോറിഡോർ ഓപ്പൺ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഡിസിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒമാൻ എടുത്തിട്ടുണ്ട്. അതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ഒരു റൂട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഇപ്പോഴുള്ള ന്യൂസ് CNN പുറത്തുവിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് മോ ഷിപ്പ് ഷിഫ്റ്റ് ടു ഒമാൻ കോസ്റ്റൽ റൂട്ട്, അതായത് ആ റൂട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ഷിപ്പുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ലാർജ് കൊമേഴ്ഷ്യൽ ഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിലൂടെ ക്രോസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതായത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലെ സദേൺ സെക്ഷനിലായിട്ടുള്ള ആ റൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഷിപ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് CNN ഇപ്പൊ പുറത്തുവിട്ടിട്ടുള്ളത്. ഇവർ പറയുന്നത്, റിപ്പോർട്ടർ 2 ഓയിൽ ടാങ്കേഴ്സും അതുപോലെ 2 ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് കാരിയേഴ്സും അതുപോലെ കണ്ടെയ്നർ ഷിപ്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇതിലൂടെ പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്നാണ് CNN റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ടെൻഷൻ അവസാനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. കാരണം ഇറാനും അതുപോലെ IRGCയും ഓൾറെഡി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്നടക്കം പറഞ്ഞിട്ടുണ്ട്, ഇന്നടക്കം ത്രെട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വഴികളിലൂടെ, റൂട്ടിലൂടെ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒമാൻ റൂട്ട് എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് ആണ് ഇറാന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഷിപ്പ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അടിച്ചിടും. അതായത് ഇന്നലെയും മിനിയാന്നും അടിച്ചതുപോലെയല്ല, അതിനേക്കാളും ശക്തമായിട്ടുള്ള അടി ഇറാൻ IRGC അടിക്കുമെന്നാണ് വാൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിലൂടെ ക്രോസ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അതിലൂടെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാലും ഇറാൻ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ US വീണ്ടും ഇറാനെ അടിക്കും, ഇറാൻ എന്ത് ചെയ്യും, തിരിച്ച് US ബേസിലോട്ടേക്ക് വീണ്ടും അടിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെയും നടന്നുകൊണ്ടേയിരിക്കും, ഒരു തീരുമാനമാവാതെ. കാരണം ഇറാൻ പറയുന്നത് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഏത് റൂട്ട് തീരുമാനിച്ചു കഴിഞ്ഞാലും ശരി അത് ഇറാനോട് ചോദിച്ചിട്ട് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം അതിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിപ്പോൾ നിഷേധിച്ചുകൊണ്ടാണ്, അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത് എന്നാണ് ഇറാന്റെ പക്ഷം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അതായത് US എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പുതിയൊരു ബേസ് ഇസ്രായേലിൽ തുടങ്ങാനുള്ള ഒരു പരിപാടി ഇട്ടിട്ടുണ്ട്. അതായത് ഇനി ഇറാനെ അടിക്കാൻ ഒരു സന്ദർഭം വരുമ്പോൾ ഇസ്രായേലിനും കൂടി അടിക്കണം. കാരണം ഓൾറെഡി ഗൾഫ് കൺട്രീസ് നിന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇസ്രായേലാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെയും കൂടി എന്ത് ചെയ്യണം, ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇസ്രായേലിൽ ഓൾറെഡി ബേസസ്, US ബേസ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സൈനിക താവളങ്ങളാണ്. അത് മാത്രമല്ല, അത് അത്യാവശ്യം വരുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യാറ്. അല്ലാതെ ഈ ഗൾഫ് കൺട്രീസിലുള്ള ബേസ് യൂസ് ചെയ്യുന്നത് പോലെ അവിടെ യൂസ് ചെയ്യലില്ല.
ഇവിടെ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു US ബേസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് US മിലിറ്ററി പ്ലാൻ ചെയ്തിട്ടുള്ളത്. US മിലിറ്ററി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത് ഒരു പോസിബിൾ, അതായത് ന്യൂ ബേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻലി ബോർഡർ ഏരിയ വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ്. അതായത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഇപ്പോഴത്തെ പ്രശ്നത്തെ ഒക്കെ തുടർന്നാണ് പുതിയൊരു ബേസ് ഇസ്രായേലിൽ തുടങ്ങണമെന്ന് ആലോചിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതൊന്നും കൺഫേം ആയിട്ടില്ല. അതിപ്പോൾ എന്ത് ചെയ്തിട്ട് US ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അത് റീജിയനിൽ ഒന്ന് കൃത്യമായി പഠിച്ചിട്ട് എവിടെ തുടങ്ങാം എന്നുള്ള ഒരു രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത്. ഒരു ഫൈനൽ ഡിസിഷൻ ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം സ്റ്റിൽ പ്രോഗ്രസിംഗിലാണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യമാണ് US മിലിറ്ററി അറിയിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇനി സമാധാനമായി നിൽക്കേണ്ട, നിങ്ങളെയും കൂടി ഇതിലേക്ക് പിടിച്ചിടും. അതായത് ഒരു US ബേസ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇറാനെ അടിക്കാൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അടിക്കും. പക്ഷെ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇതിന് സമ്മതിക്കുമോ എന്നുള്ളതാണ്. കാരണം നെതന്യാഹുവിന് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ട്രംപ് അണ്ണൻ ആരാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ ഇതിന് സമ്മതിക്കണമല്ലോ. അവർ സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ US ഇസ്രായേലിന്റെ ബേസ് തുടങ്ങുമായിരിക്കും. പക്ഷെ തിരിച്ചിങ്ങോട്ടൊക്കെ ഇനി തുടങ്ങാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യമൊക്കെ തുടങ്ങുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൾറെഡി അവിടെ ബേസ് ഉണ്ട്, അവിടെ 4ഓളം US ബേസ് ഉണ്ട് ഇസ്രായേൽ ഓൾറെഡി. പക്ഷെ അതൊന്നും ഫുള്ളി ഫങ്ഷണൽ അല്ല. അപ്പോൾ അതൊക്കെ തുടങ്ങുമ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്നൊരു രീതിയിലാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാൻ എന്ത് ചെയ്യും, ഇറാൻ US ബേസിലേക്കാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നെതന്യാഹുവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നെതന്യാഹു ഇതിന് സമ്മതിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അവിടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വിട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.